ഒരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള 3 മൊബൈൽ ആപ്പുകളിലൊന്നാണ് ഈ ആപ്പ്. ഇത് ഉപയോഗിക്കുന്നവർ ഒരു ദിവസം ആവറേജ് ഒരു 30 പ്രാവശ്യമെങ്കിലും തുറന്നു നോക്കുന്നു എന്നാണ് കണക്ക്. ഇതിലൂടെ 29 മില്യൺ മെസ്സേജുകളാണ് ഒരു മിനിറ്റിൽ സെൻഡ് ആകുന്നത്. ഏതായിരിക്കും ഞാനും നിങ്ങളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ആ മൊബൈൽ ആപ്പ്? ഊഹം ശരിയാണ്. പക്ഷേ ഇന്ന് $96 മില്യൺ മൂല്യമുള്ള ആ മൊബൈൽ ആപ്പിനേക്കാളും മൂല്യമുണ്ട് അതിന്റെ സൃഷ്ടാവ് യാൻ കൂമിന്റെ ജീവിത കഥയ്ക്ക്. യാൻ കൂം ജനിച്ചത് യുക്രൈനിലെ വൈദ്യുതി പോലും ഇല്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിലാണ്. പട്ടിണി അകറ്റാനാണ് യാൻ കൂമിന്റെ കുടുംബം യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയത്. എന്നാൽ അദ്ദേഹത്തിന് തന്റെ പിതാവിനോടൊപ്പം ജീവിക്കാൻ സാധിച്ചില്ല. യാൻ കൂമും അമ്മയും അമേരിക്കയിലെത്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ യുക്രൈനിൽ വെച്ച് തന്നെ മരിച്ചു. അമേരിക്കൻ ഗവൺമെന്റ് കൊടുത്തിരുന്ന സൗജന്യ ഭക്ഷണ കൂപ്പണുകൾ ഉപയോഗിച്ചാണ് ആ അമ്മയും മകനും പട്ടിണി മാറ്റിയിരുന്നത്. യാൻ കൂമിന്റെ അമ്മ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ചെറിയ ജോലിക്ക് പോകുമായിരുന്നു. പക്ഷെ ആ വരുമാനം കൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് വന്നതോടെ യാൻ കൂമിന്റെ സ്കൂൾ എന്ന സ്വപ്നം പൊലിഞ്ഞു. അങ്ങനെ ആ ബാലൻ സ്കൂളിൽ പോകാതെ കടകൾ അടിച്ചു വൃത്തിയാക്കുന്ന ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷേ എങ്ങനെയും പഠിക്കണം എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന അവൻ ഒഴിവ് സമയത്തെല്ലാം ജോലിയെടുത്ത് പഠനത്തിനായിട്ടുള്ള പണം കണ്ടെത്തി. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആയിരുന്നു അവൻ്റെ ഇഷ്ടവിഷയം. സ്വയം പുസ്തകങ്ങൾ വായിച്ചാണ് യാൻ പ്രോഗ്രാമിംഗ് പഠിച്ചെടുത്തത്. യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം അദ്ദേഹം യാഹൂവിൽ എഞ്ചിനീയറായിട്ട് ജോലിക്ക് കയറി. ഇതിനിടെ ക്യാൻസർ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടെ മരിച്ചതോടെ തീർത്തും ഒറ്റപ്പെട്ടു പോയ അദ്ദേഹത്തെ ആ കാലത്ത് വീഴാതെ താങ്ങി നിർത്തിയത് തൻ്റെ ഉറ്റ സുഹൃത്തും പിന്നീട് തൻ്റെ സക്സസ് പാർട്ട്ണറുമായി മാറിയ ബ്രയൻ ആക്ട് എന്ന സഹപ്രവർത്തകനായിരുന്നു. യാഹൂവിൽ 9 വർഷം ജോലി ചെയ്തതിനു ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. പക്ഷെ അന്ന് ഫേസ്ബുക്കിൽ ജോലി ലഭിക്കാതെ പോയ ആ ചെറുപ്പക്കാരൻ പിന്നീട് ഫേസ്ബുക്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി മാറിയത് കാലം കരുതി വെച്ച മറ്റൊരു കൗതുകം. ഫോണിലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുടെ വിപണന സാധ്യത മനസ്സിലാക്കിയ യാൻ കൂം അത്തരത്തിലൊരു ആപ്പ് സൃഷ്ടിക്കണമെന്ന് മനസ്സിലുറച്ചു. അങ്ങനെയാണ് വാട്സപ്പ് പിറവിയെടുക്കുന്നത്. ആപ്പ് റൺ ചെയ്യാൻ കയ്യിൽ പണം കുറവായിരുന്നതിനാൽ തൻ്റെ ഉറ്റ സുഹൃത്തായ ബ്രയൻ ആക്ടുമായി ചേർന്ന് അദ്ദേഹം 2009 തൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 24 ആദ്യ മെസ്സേജ് അയച്ച് വാട്സപ്പ് എന്ന കമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. 2014 $10 മില്യൺ വാട്സപ്പ് വാങ്ങാൻ ഗൂഗിൾ മുന്നോട്ട് വന്നു. പക്ഷെ തൻ്റെ സൃഷ്ടിക്ക് അതിലും മൂല്യമുണ്ട് എന്ന് യാൻ കൂമിന് ബോധ്യമുണ്ടായിരുന്നു. ആ വർഷം തന്നെ ഫേസ്ബുക്ക് ഏകദേശം ഇരട്ടി തുകയ്ക്ക് $19 മില്യൺ വാട്സപ്പ് വിലയ്ക്ക് വാങ്ങി. ഫേസ്ബുക്കുമായിട്ടുള്ള ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ യാൻ തെരഞ്ഞെടുത്തത് പണ്ട് യാനും അമ്മയും സൗജന്യമായി ഭക്ഷണ കൂപ്പണിന് വേണ്ടി ക്യൂ നിന്നിരുന്ന അതേ കെട്ടിടമായിരുന്നു. 22 വർഷത്തെ പ്രയത്നവും നിശ്ചയദാർഢ്യവും കൊണ്ട് താൻ എവിടെ നിന്ന് എവിടെ വരെ എത്തി എന്നതിൻ്റെ സുഖമുള്ള ഓർമ്മപ്പെടുത്തൽ. 1900 കോടി രൂപയ്ക്ക് വാട്സപ്പിനെ ഫേസ്ബുക്ക് ഏറ്റെടുത്തപ്പോൾ ലോകത്ത് തന്നെ അതിസമ്പന്നനായി യാൻ കൂം മാറി. വിജയത്തിന്റെ പടവുകൾ കയറുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പമായിരുന്നു. ഇന്ന് ലോകത്തെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മില്യണുകൾ സംഭാവന നൽകുന്നു. ഇനി വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാൻ കൂമിനെയും ഓർക്കാം. അർപ്പണബോധവും കഠിന പ്രയത്നവും കൈമുതലായി ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും ഏത് സാഹചര്യവും മറികടന്ന് വിജയിക്കാനാകും എന്ന യാൻ കൂമിന്റെ വിജയമന്ത്രവും ഓർക്കാം. ലെറ്റ് us always stay inspired. Thank you.